നമസ്കാരം. ആദ്യ ഇന്നിംഗ്സിൽ ബൗളിംഗിൽ കേരളത്തിന്റെ സൂപ്പർ ഹീറോയായി എം.ടി. നിതീഷ്. പിന്നീട് ബാറ്റിംഗിൽ 22 പന്തിൽ നിന്ന് റൺസ് ഒന്നും നേടാനായില്ലെങ്കിലും എതിരാളിക്ക് നിതീഷിനെ എറിഞ്ഞിടാൻ കഴിഞ്ഞില്ല. രണ്ടാം ഇന്നിംഗ്സിൽ 35 പന്തിനെ നേരിട്ട നിതീഷ് വീണ്ടും എതിരാളിക്ക് വിക്കറ്റ് നൽകിയില്ല. ഈ പ്രകടനമാണ് രഞ്ജി ട്രോഫിയിൽ കേരളത്തിന് വീണ്ടും പ്രതീക്ഷയാകുന്നത്. അസാമാന്യ ധീരതയോടെയാണ് രണ്ടാം ഇന്നിംഗ്സിൽ കേരളത്തിന് സമനില ഉറപ്പിക്കാനായി നിതീഷ് പ്രതിരോധ കോട്ട തീർത്തത്. എറണാകുളം കാഞ്ഞിരമറ്റത്താണ് താമസമെങ്കിലും നിതീഷിന്റെ വേരുകൾ ചെന്ന് നിൽക്കുന്നത് മമ്മൂട്ടിയുടെ നാടായ ചെമ്പിലാണ്. നിതീഷിന്റെ അച്ഛൻ മത്സ്യത്തൊഴിലാളിയാണ്. അമ്മയ്ക്കുള്ള വരുമാന മാർഗം തൊഴിലുറപ്പ് ജോലിയും. ചെമ്പിലാണ് അമ്മയുടെ വീട്. എന്നാൽ അച്ഛൻ്റെ നാടായ കാഞ്ഞിരമറ്റത്താണ് ഇപ്പോൾ താമസം. ഇന്ത്യൻ ക്രിക്കറ്റിലെ കരുത്തരാണ് മധ്യപ്രദേശ്. മുൻ രഞ്ജി ട്രോഫി ചാമ്പ്യന്മാർ. ശുഭം ശർമ്മയുടെ ക്യാപ്റ്റൻസിയിൽ രജത് പട്ടിദാറും വെങ്കടേഷ് അയ്യരും കുൽദീപ് സെന്നും ആവേശ് ഖാനും അടങ്ങുന്ന സന്തുലിത ടീം. ഈ ടീമിനെതിരെയാണ് കേരളം ആദ്യ ഇന്നിംഗ്സ് ലീഡിന്റെ മികവിൽ നിർണായക മത്സരത്തിൽ 3 പോയിന്റ് നേടിയത്. ഈ സീസണിൽ രഞ്ജി സാധ്യത സജീവമാക്കാൻ മധ്യപ്രദേശിന് ജയം അനിവാര്യതയായിരുന്നു. കപ്പിനും ചുണ്ടിനുമിടയിൽ ആ ജയം അവർക്ക് നഷ്ടമായി എന്നതാണ് യാഥാർത്ഥ്യം. ആദ്യ ഇന്നിംഗ്സിൽ 160 റൺസിന് മധ്യപ്രദേശ് തകർന്നടിഞ്ഞു. തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലെ പിച്ചിലെ ഈർപ്പം മുതലെടുത്ത് ന്യൂ ബോളിൽ എം.ടി. നിതീഷ് തകർത്തെറിഞ്ഞപ്പോൾ മധ്യപ്രദേശ് തകർന്നടിഞ്ഞു. പക്ഷേ കേരളവും ബാറ്റിംഗിൽ പതറി. എങ്ങനെയോ 7 റൺസ് ലീഡ് നേടി. രണ്ടാം ഇന്നിംഗ്സിൽ ഉഗ്രപ്രതാപം മധ്യപ്രദേശ് വീണ്ടെടുത്തു. 8 വിക്കറ്റ് നഷ്ടത്തിൽ 369 റൺസിന് ഡിക്ലെയർ ചെയ്തു. മൂന്നാം ദിനം 1 മണിക്കൂർ ശേഷിക്കായിരുന്നു ഈ ഡിക്ലറേഷൻ. ജയിക്കാനും തോൽക്കാനും കേരളം സാധ്യത കണ്ടു. പക്ഷേ തിരഞ്ഞെടുത്ത ബാറ്റിംഗ് ശൈലി നോക്കിയാൽ അത് സമനിലയ്ക്ക് വേണ്ടിയുള്ളതായിരുന്നു. വേണ്ടപ്പോൾ ബാറ്റിംഗ് മറക്കുന്ന കേരള നിര വീണ്ടും പതറി. അവിടെ ഒരു അസാധ്യ പ്രകടനം. അതാണ് കേരളത്തിന് സമനില നൽകിയത്. ആദ്യ ഇന്നിംഗ്സിലെ 5 വിക്കറ്റ് നേട്ടക്കാരൻ രണ്ടാം ഇന്നിംഗ്സിൽ നോട്ട് ഔട്ടായി. 35 പന്തുകൾ പ്രതിരോധിച്ച നിതീഷ് അങ്ങനെ അസാധ്യമെന്ന് കരുതിയ സമനില കേരളത്തിന് നൽകി. വാലറ്റത്ത് കേരളം എക്കാലവും ഓർക്കേണ്ട ചേർത്ത് നിൽപ്പ്. രണ്ടാം ഇന്നിംഗ്സിലെ കൂറ്റൻ ലക്ഷ്യത്തിന് മുന്നിൽ കേരളം പതറി. അക്ഷയ് ചന്ദ്രന്റെ 24 റൺസ് ആയിരുന്നു ആദ്യ 5 ബാറ്റ്സ്മാൻമാരിലെ ടോപ്പ് സ്കോർ. രോഹൻ കുന്നുമൽ 8ഉം റോൺ റോജർ 1ഉം സച്ചിൻ ബേബി 3ഉം സൽമാൻ നിസാർ 5ഉം റൺസ് എടുത്ത് മടങ്ങി. സൽമാൻ പുറത്താകുമ്പോൾ കേരളത്തിന്റെ സ്കോർ 5 വിക്കറ്റിന് 47 റൺസ്. 6ാം വിക്കറ്റിലായിരുന്നു ചെറുത്തുനിൽപ്പുകളുടെ തുടക്കം. ജലജ് സക്സേന 32 റൺസുമായി പുറത്തായി. പിന്നാലെ സർവാത്തെ ബാറ്റിംഗിനെത്തി. മുഹമ്മദ് അസറുദ്ദീനുമായി ചേർന്ന് 7ാം വിക്കറ്റിൽ 90 റൺസ് കൂട്ടിച്ചേർത്തു സർവാത്തെ. 68 റൺസ് എടുത്ത് മുഹമ്മദ് അസറുദ്ദീൻ മടങ്ങുമ്പോൾ സ്കോർ 211. അത് കഴിഞ്ഞെത്തിയത് ബാബ അപരാജിതയായിരുന്നു. കേരളത്തിന് വേണ്ടി കളിക്കുന്ന ഇതര സംസ്ഥാനത്ത് നിന്നുള്ള 2 താരങ്ങൾ ക്രീസിൽ. കരുതലോടെ അവർ മുന്നോട്ട് പോകുമ്പോൾ അപ്രതീക്ഷിതമായി സർവാത്തെയും വീണു. 80 റൺസ് എടുത്ത് സർവാത്തെ പുറത്തേക്ക് പോകുമ്പോൾ കേരളം 8ന് 247 റൺസ് എന്ന നിലയിലായി. പിന്നെയും 15 ഓവറുകൾ കളിയുടെ അവസാന ദിവസം ശേഷിക്കുന്നുണ്ടായിരുന്നു. പരിക്കുമായി ബാറ്റ് ചെയ്ത അപരാജിതനെയും വാലറ്റത്ത് 2 പേരെയും വലിയ ഭീഷണിയായി മധ്യപ്രദേശ് കണ്ടില്ല. അവർ ജയം മുന്നിൽ കണ്ടു. പക്ഷേ 10ാമനായി എത്തിയ നിതീഷ് മറ്റൊരു മൂഡിലായിരുന്നു. 35 പന്തുകൾ നിതീഷ് പ്രതിരോധിച്ചു. ഒരു 4 മാത്രമാണ് നേടിയത്. ആ 4ഉം സ്കോറിംഗ് ഷോട്ടിലൂടെ ആയിരുന്നില്ല. ബാറ്റിംഗിൽ കൊണ്ട് അബദ്ധത്തിൽ വിക്കറ്റിന് പുറകിലെ ബൗണ്ടറി കടന്ന പന്താണ് ആ 4 റൺസ് നൽകിയത്. നിതീഷിന്റെ പ്രതിരോധം ശക്തമാണെന്ന് തിരിച്ചറിഞ്ഞതോടെ മുഴുവൻ കളി പരിചയവും പുറത്തെടുത്ത് അപരാജിതും മധ്യപ്രദേശിന് വിക്കറ്റ് നിഷേധിച്ചു. അങ്ങനെ ആ രഞ്ജി മത്സരത്തിലെ അവസാന പന്തും എറിഞ്ഞപ്പോൾ കേരളം 8 വിക്കറ്റിന് 268 റൺസ്. ആദ്യ ഇന്നിംഗ്സ് ലീഡിന്റെ ബലത്തിൽ കേരളത്തിന് 3 പോയിന്റ്. ഇതോടെ എലൈറ്റ് ഗ്രൂപ്പ് സിയിൽ 21 പോയിന്റുമായി രണ്ടാം സ്ഥാനത്തുമെത്തി. 14 ഓവറുകൾ നിതീഷ് ചേർത്തില്ലായിരുന്നുവെങ്കിൽ വിലപ്പെട്ട 3 പോയിന്റ് നഷ്ടമാകുമായിരുന്നു. രഞ്ജി ലീഗിലെ അവസാന മത്സരത്തിൽ കേരളത്തിന്റെ എതിരാളി ദുർബലരായ ബീഹാറാണ്. ബീഹാറിനെ തോൽപ്പിച്ചാൽ കേരളത്തിന് രഞ്ജിയിലെ നോക്കൌട്ട് റൗണ്ടിൽ സ്ഥാനം ഉറപ്പാകും. അതിനാണ് സാധ്യത കൂടുതൽ. അതേസമയം മധ്യപ്രദേശിനോട് തോറ്റിരുന്നുവെങ്കിൽ കേരളത്തിന് മുന്നിലെ സാധ്യതകളെല്ലാം അടയുമായിരുന്നു. അതുകൊണ്ടാണ് നിതീഷിന്റെ ആ 4 റൺസ് പ്രകടനം സെഞ്ചുറി നേട്ടത്തിന് മുകളിലാകുന്നത്. മത്സരത്തിലെ അവസാന പന്ത് നിതീഷ് നേരിടുമ്പോൾ വിക്കറ്റ് കീപ്പർ ഉൾപ്പെടെ 8 ഫീൽഡർമാരാണ് ക്രീസിനോട് ചേർന്നുണ്ടായിരുന്നത്. അതായത് ചെറിയൊരു പിഴവ് പോലും വിക്കറ്റ് പോകുന്ന അവസ്ഥ. ഇവിടെയാണ് ആത്മവിശ്വാസത്തോടെ പന്തിനെ മുട്ടിയിട്ട് കേരളത്തിന് നിതീഷ് സമനില സമ്മാനിച്ചത്.